ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോണ മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഒരു പാത്രം എടുത്ത് അതിലോട്ട് മുട്ട ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ടൻ്റെ മുകൾ ഭാഗം കവർ ചെയ്യണ രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം. സ്റ്റവ് കത്തിച്ച് നമുക്ക് മുട്ട വേവിച്ചെടുക്കാം. മുട്ട വേവണ സമയം കൊണ്ട് നമുക്ക് ഗ്രേവിക്കുള്ള സാധനങ്ങൾ മുറിച്ചെടുക്കാം. സബോള, പച്ചമുളക് കാര്യങ്ങളെല്ലാം മുറിച്ചെടുക്കണം. അപ്പം എല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടി വന്ന ശേഷം അതിലോട്ട് നമുക്ക് സബോളയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം. ഞാനൊരു മീഡിയം സൈസുള്ള തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ മുറിച്ചിട്ട് അങ്ങനെ ഇട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഒന്ന് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ അതിലോട്ട് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റ് നമ്മുടെ സബോള നല്ലോണം വഴറ്റിയെടുക്കണം. എന്നാലാണ് മുട്ട റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഒരു 20 മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പൊടികളും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലെ വെള്ളമൊക്കെ വറ്റി വന്ന ശേഷം നമുക്ക് മുട്ട വരഞ്ഞു കൊടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി. ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഇപ്പോൾ ഇതവിടെ അപ്പത്തിൻ്റെ കൂടെ സർവ് ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.